രമേ, എന്തോ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. എന്ത് കാര്യം? നിന്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കും. എന്താ ഏട്ടാ? ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മയുടെ നിർബന്ധം. അയ്യോ വേണ്ട. എന്താ, ഞാനൊരു മൃഗമാണെന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. പിന്നെന്തിനാ നീ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്? ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. എന്താ? രാജുവേട്ടനെ എന്റെ കൂടെ പിറന്ന ആങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ എനിക്ക് മാപ്പ് തരണം. ഞാൻ പറഞ്ഞു നീ മറന്നേക്കൂ. ആരോരുമില്ലാത്ത ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ചേട്ടന്റെ സ്നേഹവും കാരുണ്യം കൊണ്ട് മാത്രമാണ്. ചേട്ടൻ എന്നെ രമയെന്നല്ല, അമ്മണിയെന്ന് വിളിക്കണം. ഇന്നു മുതൽ നിന്നെ ഞാൻ അമ്മണിയായിട്ടേ കണക്കാക്കൂ. രമ വേലായുധനെ കൊന്നവന്റെ ഭാര്യയാണെന്നുള്ള സത്യം രാജുവിനോട് നീ പറഞ്ഞാൽ മാത്രം മതി. അഭയം കൊടുത്ത കൈകൾ കൊണ്ട് തന്നെ അവളുടെ അന്ത്യവും കുറിക്കും. മുതലാളി, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്ന് തന്നെ ഈ വിവരം രാജുവിന്റെ ചെവിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഇവിടെ ആരുമില്ലേ? ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് എൽസി എന്നാണ്. ജെയിൻ സാർ ഇല്ലേ? പുറത്തോടിയോ പോയിരിക്കാണ്. ഒരു അത്യാവശ്യ കാര്യം ജെയിൻ സാറിനെ അറിയിക്കാൻ വേണ്ടിയാ ആരും അറിയാതെ ഞാൻ ഇവിടെ വന്നത്. എന്ത് കാര്യോ? ജെയിൻ സാറിന്റെ ഭാര്യ രമ മാർക്കറ്റ് രാജു എന്ന് പറയുന്ന ആളുടെ വീട്ടിലുണ്ട്. മാർക്കറ്റ് രാജു? അതെ, അറിയോ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. രമ അവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഭാരതമേനോന്റെ വീട്ടിൽ വെച്ച് രമയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാ രമ മാർക്കറ്റ് രാജുവിന്റെ വീട്ടിൽ മനസ്സിലാക്കിയത്. ജെയിൻ സാർ ഉടനെ അവിടെ എത്തില്ലെങ്കിൽ രമയ്ക്ക് എന്ത് അപകടം സംഭവിക്കും? എടാ, നിങ്ങൾ എളുപ്പം പോയി ജേട്ടന് വിവരം അറിയിക്കും. ആട്ടെ, ഭാരതിമേനനുമായിട്ട് എങ്ങനെയാ ബന്ധം? ആ ബന്ധത്തിനെ കുറിച്ച് അറിയാതിരിക്കുകയാണ് നല്ലത്. ജീവിക്കാൻ വേണ്ടി ഞാൻ അവിടെ അകപ്പെട്ടു പോയതാ. പക്ഷേ എനിക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മൃഗത്തിനെ അവസാനമായി എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ പോകുന്നത്. അതെ, ജീവിതത്തിൽ വീണ്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടെന്ന് വിചാരിച്ചില്ല അല്ലേ? നിന്റെ അപ്പച്ചൻ ചെയ്ത് തെറ്റുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. നിങ്ങളെ പോലുള്ളവർ ആവശ്യപ്പെടുന്ന സ്ത്രീധന പണം തരാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് അപ്പനമ്മമാർ ഈ ലോകത്തുണ്ട്. ജയിലിൽ കിടക്കുന്ന എന്റെ അപ്പച്ചനെയും അക്കൂട്ടത്തിൽ കണക്കാക്കിയാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആവശ്യപ്പെട്ട 16 രൂപയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയുള്ള കാലമെങ്കിലും എനിക്കൊരു ഭാര്യയായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇത് വാങ്ങിക്കോളൂ. ഇത് അന്നേ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ തിരിഞ്ഞു ജീവിക്കേണ്ടി വരുമായിരുന്നു. തിരിഞ്ഞു ജീവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പണം ഉണ്ടാക്കി നിങ്ങൾക്ക് കൊണ്ടുതരാൻ എനിക്ക് കഴിഞ്ഞത്. ഓഹോ, വീട് എഴുതി വെച്ചിട്ടായിരിക്കും നീ ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, വീടിനേക്കാൾ വിലപ്പെട്ടതെല്ലാം വിറ്റു. ഈ പണത്തിനോടൊപ്പം എനിക്ക് കിട്ടിയ ഒരു സമ്പാദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്പാദ്യം? കാണുന്നു. ആ പണം ഉണ്ടാക്കിയ വഴിയിൽ കിട്ടിയതാണ്ടോ ഈ സമ്പാദ്യം. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. ആ പണം തനിക്ക് വേണമെങ്കിൽ ഇതിനെ കൂടി ഏറ്റെടുക്കണം. ഒച്ച വയ്ക്കാതോടോ.
ഭാര്യയേക്കാൾ വലുത് പണമെന്ന് വിചാരിക്കുന്നവനെല്ലാം വല്ലവന്റെ മക്കളെ ചുമക്കേണ്ടി വരും. ഇറങ്ങിപ്പോടി എന്റെ മുൻപിൽ നിന്ന്. ഞാൻ പോവുകയാണ്. പക്ഷെ ഇവിടുന്നല്ല, ഈ ലോകത്ത് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ തന്നെ കാണാൻ വന്നത്. നിൽക്കണേ ഇവിടെ. ഇതാ നിന്റെ പണം. ഈ പണം തന്റെ ശവമടക്കിനിരുന്നോട്ടെ. എന്താ പേര്? മാത്യു. നമ്പർ 8024. നിങ്ങൾക്ക് പോകാം. നിൽക്കൂ, ഒരു കത്തുണ്ട്. പ്രിയപ്പെട്ട എന്റെ അപ്പച്ചനെ വിട്ടയക്കുന്നതിന് മുൻപ് ഈ കത്ത് അവിടെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇതെഴുതുന്നത്. എന്നെ ചന്ദ്രശേഖര മുതലാളി രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ അപ്പച്ചൻ ജയിലിൽ കയറിയത്. പക്ഷേ ആ ദ്രോഹി എന്നെ ചതിച്ചു. ജീവിക്കാൻ വേണ്ടി എനിക്ക് മാനം വിറ്റ് നടക്കേണ്ടി വന്നു. അപ്പച്ചന്റെ മകളാണെന്ന് പറയാനോ അപ്പച്ചനെ കാണാനോ എനിക്കിനി കഴിയില്ല. എനിക്ക് വേണ്ടി അപ്പച്ചൻ അവസാനമായി ഒന്ന് മാത്രം ചെയ്താൽ മതി. അപ്പച്ചൻ കാരണമാണ് ജെയിൻ സാറിന്റെ കുടുംബം തകർന്നത്. വാച്ചർ വേലായുധനെ കൊന്നത് ചന്ദ്രശേഖര മുതലാളിയാണെന്നുള്ള സത്യം അപ്പച്ചൻ എത്രയും വേഗം ബന്ധപ്പെട്ടവരെ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പച്ചൻ കാരണം ഇനിയും പല നിരപരാധികളുടെയും ജീവിതം തകരും. എന്നെ കുറിച്ച് ഇനി അപ്പച്ചൻ ചിന്തിക്കേണ്ട. ഈ കത്ത് അപ്പച്ചന്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. അണ്ണ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇനി ഒന്നും പറയണ്ട. പാതിരാക്കി വന്നു കയറി അവൾക്ക് സ്വന്തം വീട് പോലെയാണ് ഞാൻ ഇവിടെ ആശ്രയം കൊടുത്തത്. എന്റെ അച്ഛനെ കൊന്ന പരമദ്രോഹിയുടെ ഭാര്യയാണോ അവളെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. ആരാന്റെ വാക്ക് കേട്ടോണ്ട് നമ്മൾ പ്രതികാരം ചെയ്യുന്ന ഒരു പെണ്ണിനോടല്ല. എടാ, എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാൾ ഈ വീട്ടിൽ കഴിഞ്ഞത് ഏറ്റവും വലിയ വഞ്ചനയല്ലേടാ. പക്ഷെ അവളല്ലല്ലോ വേലാഞ്ചേട്ടനെ കൊന്നത്. രാജു ഞാനാണെങ്കിൽ കൊന്നനോടാണ് പകരം ചോദിക്കേണ്ടത്. ഞാൻ അവനെ എന്നെങ്കിലും കണ്ടുപിടിക്കൂടാ. കണ്ടുപിടിക്കാൻ എങ്ങും പോകണമെന്നില്ല. ജയന്റെ മിനിസ്റ്റ് എന്തെങ്കിലും ഇവിടെ വരും. അന്ന് നമുക്ക് വേണ്ടത് ചെയ്യാം. നീ ഇവിടെ ഉണ്ടെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ജയേട്ടാ, നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. നമുക്ക് എളുപ്പം പോവാം. നിക്കടയോടെ. എടാ, ഞാൻ വാച്ചർ വേലായുധന്റെ മകനാണ്. നീ ജയിൽ ചാടി പുറത്തു വന്നത് എന്റെ കൈ കൊണ്ട് മരിക്കാനാണ്. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കും. നീ പറയുന്നത് ഞാൻ കേൾക്കാൻ. ഇനി നീ എന്നെ അടിക്കരുത്. അടിച്ചാൽ നീ എന്ത് ചെയ്യൂടാ?
എന്റെ ചേട്ടനൊന്നും ചെയ്യരുതേ. വിടൂ. വിടൂ. വിടൂ രാജേട്ടാ. വിടൂ. അയ്യോ. വിടൂ. പ്ലീസ് വിടൂ. അയ്യോ രാജേട്ടാ, എന്റെ ചേട്ടൻ വിടൂ. രാജു. വിടൂ. നിങ്ങളൊന്ന് കല്യാണം കഴിക്കണം. വിടൂ. വിടൂ രാജേട്ടാ. വിടൂ. രാജു. രാജു, ജയൻ നിരപരാധിയാണ്. ഇവനോ? അതെ, ഞാൻ എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിരപരാധിയായ ജയനെ കൊലയാളിയാക്കിയത്. നിന്റെ അച്ഛനെ കൊന്ന ആരാണെന്ന് ഞാൻ പറയാം. ആരാണ്? ചന്ദ്രശേഖരൻ മുതലാളി. ചന്ദ്രശേഖരൻ മുതലാളി. അതെ, മാത്യു ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ കുറ്റക്കാരനല്ല. രാജു എന്നെ വിശ്വസിക്കും. ആ ദ്രോഹിയാണ് മോനെ നിങ്ങളുടെയും എന്റെയും കുടുംബം തകർത്തത്. അവനിപ്പോ എവിടെയുണ്ട്? അവനുള്ള സ്ഥലം എനിക്കറിയാം. എന്താടാ? ജയൻ സാറോ ചേച്ചിയുടെ ചേട്ടനോ ഭാരതി മേനോന്റെ വീട്ടിലേക്ക് പോയിരിക്കാം. നിനക്കൊക്കെ ചന്ദ്രശേഖരൻ മുതലാളിയെ കൊല്ലണം അല്ലടാ? എന്താ?
ഒരു പെണ്ണിനെയും നീ വഞ്ചിക്കരുത്. ചേട്ടാ, ഞാൻ എത്രയോ തെറ്റ് ചെയ്തവളാണെങ്കിലും ഞാൻ ചേട്ടന്റെ പെങ്ങളായിട്ട് തന്നെയാണ് ഇതുവരെ ജീവിച്ചത്. എന്നെ നശിപ്പിച്ചവനെ ഞാൻ കൊന്നു. ചേട്ടാ, ഈ അനാഥ കുട്ടികളുടെ സ്നേഹമാണ് എന്നെ ഇതുവരെ ജീവിപ്പിച്ചത്. ചേട്ടൻ ഇവരെ കൈവിടിയരുത്.